വെൽക്കം ടു ഉഷാസ് കുക്കറി. സ്കിപ്പ് ചെയ്ത് പോകല്ലേ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സോയാബീൻസ് ഫ്രൈ ആണ്. എല്ലാവരും വീട്ടിൽ കുക്ക് ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യുക. ഇനി നമ്മൾക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. സോയാബീൻസ് ഉപ്പിട്ട ബോയിൽഡ് വാട്ടറിൽ 5 മിനിറ്റ് ഇട്ട് വെച്ചു. എന്നിട്ട് നന്നായി കഴുകിയെടുത്ത് വെച്ചതാണ്. ഇത് ചെറുതായി കട്ട് ചെയ്യണം. പിന്നെ ഇത് മല്ലി പൗഡർ, ഇത് ചിക്കൻ മസാല പൗഡർ, മഞ്ഞപ്പൊടി, മുളക് പൊടി, കടുക്, നമ്മൾക്ക് കടുക് വറുക്കാനാണ്, കറിവേപ്പിലയും. ഇത് സോയാബീൻസ് ഉപയോഗിക്കുമ്പോൾ മിക്സ് ചെയ്തിടണം. തക്കാളിയും ഒരു സവാളയും ഒരു തക്കാളി. മല്ലിയില ലാസ്റ്റിലിടാനാണ്, ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇടാനാണ്. ചെറിയ ഉള്ളി ചതയ്ക്കാൻ, ഗാർലിക്ക്, പച്ചമുളക് 2 എടുത്തിട്ടുണ്ട്, കറിവേപ്പില. ഇതെല്ലാം ഒന്നിച്ച് ചതയ്ക്കാനാണ്. അരയ്ക്കണ്ട, ഒന്ന് ചതച്ചാൽ മതി. പിന്നെ 1 സ്പൂൺ ഗീ യൂസ് ചെയ്യണം. കുറച്ച് ഓയിൽ ഫ്രൈ ചെയ്യാൻ. ഉപ്പ് നമ്മൾ പാകത്തിനിടണം. ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ വെക്കും. ഒരു 2 സ്പൂൺ കുക്കിംഗ് ഓയിൽ. നിങ്ങൾ കുക്കിംഗ് ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി കുറച്ച് അടച്ച് വെക്കാം. കുറച്ച് നേരം വേഗം ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം. ഇനി നമ്മൾക്ക് ഇതൊന്ന് ചതച്ചെടുക്കാമില്ല. എല്ലാം മിക്സിങ് ചെയ്ത ശേഷം ഇനി അടച്ചു വയ്ക്കണം. സോയാബീൻസ് വേകുന്നവരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം.
ഓയിൽ ഒഴിക്കാം. ഓയിൽ ഒരുപാട് ഒഴിക്കരുത്, കുറച്ച് ഒഴിക്കാം. ഗ്യാസ് ലോ ഫ്ലെയിമിൽ വയ്ക്കാം. സോയാബീൻസ് വെന്ത് കാണും. ഗ്യാസ് വളരെ ലോ ഫ്ലെയിമിൽ വയ്ക്കണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഒരു സ്പൂൺ ഗീ. ഇനി ഇത് നന്നായിട്ട് ഫ്രൈ ആവണം. നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഒരു സ്പൂൺ കൂടി ഗീ ഇട്ടു കേട്ടോ. ഞാൻ ഓയിലിൻ്റെ പകരം ഗീ ഇട്ടാൽ അത്ര ഓയിൽ ഇങ്ങനെ എണ്ണ കുടിച്ച പോലെ ആവില്ല. അത് കാരണം ഒരു സ്പൂൺ ഗീ ഇട്ടു. ടേസ്റ്റ് ഉണ്ട്. സോയാബീൻസ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണത്. നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. വീണ്ടും വീണ്ടും ഉണ്ടാക്കും നിങ്ങൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ഗുഡ് ലക്ക് ടു ആൾ.